തേടിയതല്ല ഞാനിനെ, ക്രൂശിൽ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാനിനെ, ഈ ക്രൂശിൽ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു രാത്രിയിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു രാത്രിയിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നെ സുവാർത്തം ലോകങ്ങളേറി വന്നാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 12-ാം സങ്കീർത്തനം 5-ാം വാക്യം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സാധുക്കളുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും ദൈവസന്നിധിയിലെത്തുമ്പോൾ ദൈവം അത് കേട്ട് എഴുന്നേറ്റ് അവരെ സഹായിക്കും. സഹായിക്കുവാൻ ആരുമില്ലാത്തവരും സ്വയം സഹായിപ്പാൻ കഴിയാത്തവരുമായവർക്ക് അവരുടെ വിമോചനത്തെക്കുറിച്ച് അവർ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ ദൈവം അവരുടെ പക്ഷത്തുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ സങ്കീർത്തനവാക്യം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്താൽ പിന്നെ അതിനെപ്പറ്റിയൊന്നും സംശയിക്കേണ്ടതില്ല. അതാണ് ദൈവത്തിൻ്റെ വാക്കും മനുഷ്യൻ്റെ വാക്കും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ വ്യാജം സംസാരിച്ച് കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും സംസാരിക്കുന്നു. എന്നാൽ യഹോവയുടെ വചനങ്ങൾ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് വെള്ളി പോലെ നിർമ്മലവും അനർക്കവുമാണ്. വെള്ളി അതിൻ്റെ ഉടമസ്ഥനെ ധനികനാക്കുന്നത് പോലെ ദൈവവചനത്തെ വിശ്വസിച്ച് സ്വന്തമാക്കുന്നവൻ ധന്യരാകുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ അവസ്ഥകളും ആവശ്യങ്ങളും അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉള്ള അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിവുള്ള നിന്നിൽ പൂർണ്ണമായി ശരണപ്പെടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.